പ്രിയമുള്ളവർ, സാംസ്കാരിക വൈവിധ്യവും രാഷ്ട്രനിർമ്മിതിയും എന്ന ഈ വിഷയം ലോകപ്രശസ്തനായ നോവലിസ്റ്റ് ഗുന്തർ ഗ്രസ് ഒരിക്കൽ എഴുതിയ കവിത പോലെ ധാരാളം വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. ഞാൻ ഗുന്തർ ഗ്രസിനെ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, നമ്മുടെ ഈ സാംസ്കാരിക സംവാദം നടക്കുന്ന വേദി ഇന്നലെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായരുടെ ഓർമ്മയുടെ വേദിയായിരുന്നു. MTയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്, നമ്മൾ ഇന്നലെ ഇരുന്ന വേദിയെ ഇന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു വൈവിധ്യമുണ്ടാകും എന്ന് ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. ജീവിതത്തിൽ എല്ലായ്പ്പോഴും വിജയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്, എഴുത്തുകാരനാണ് MT എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ അക്കിത്തത്തിൻ്റെ വീട്ടിൽ നിന്ന് മലയാള സാഹിത്യവും സാഹിത്യത്തിന് പുറത്തുള്ള കൃതികളും, ഇന്ത്യൻ സാഹിത്യവും ഇന്ത്യൻ ജീവിതവും ഇന്ത്യൻ വേദാന്തവും പഠിച്ച് മനസ്സിലാക്കിയ MT വാസുദേവൻ നായർ അന്നു മുതൽ മരണപ്പെടുന്നതുവരെ ഒരു മത്സരത്തിലും തോറ്റിട്ടില്ല എന്നതായിരുന്നു എൻ്റെ കണ്ടെത്തൽ. ലോക ചെറുകഥാ സമ്മേളനത്തിൽ 1ാം സ്ഥാനം നേടി കഥയുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം തൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിലും സാമൂഹിക ജീവിതത്തിലെ കഥകളോട് ഇടപെട്ടുകൊണ്ടാണ് കടന്നുപോയത്. പക്ഷേ ചുഴിഞ്ഞാലോചിക്കുമ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ഇന്ത്യ മാറിക്കൊണ്ടിരുന്ന വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതാണ്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടത് ഏതെങ്കിലും ഒരു ആസൂത്രിതമായ സാംസ്കാരിക ശക്തിയുടെ ഇടപെടൽ കൊണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിൽ ഏതെങ്കിലും വർഗീയ പ്രലപനം നടത്തി സിംഹാസനം പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ ഇടപെടൽ കൊണ്ടും അല്ല. അദ്ദേഹം പരാജയപ്പെട്ടത് സുനിൽ ഗംഗോപാധ്യായ എന്ന ബംഗാളി എഴുത്തുകാരൻ്റെ ഒപ്പം അധ്യക്ഷ പദവിക്ക് മത്സരിച്ചിട്ടാണ്. സുനിൽദായെ ഒരു വട്ടം തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് പുതിയ തലമുറ കഥയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ആവേശത്തോടു കൂടി കേട്ടിരുന്നിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം സുനിൽദായുടെ കൃതികൾ വായിച്ചു പോകുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഒരു തിരഞ്ഞെടുപ്പിൽ MT വാസുദേവൻ നായരെ അദ്ദേഹം പരാജയപ്പെടുത്തിയെങ്കിലും ജീവിതത്തിൻ്റെ കണിശമായ കണക്കുകൂട്ടലുകളിൽ MT തന്നെയാണ് വിജയിച്ചത് എന്ന് സുനിൽദാ കരുതിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബംഗാളി നാടകലോകത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ശിശിർ കുമാർ ദാസിനെ പറ്റി സുനിൽ ഗംഗോപാധ്യായ എഴുതിയ ഒരു നോവൽ നമ്മുടെ പുസ്തകങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് ഏകാന്ത സിംഹാസനമെന്നും ഏകാന്തമായ ശിരോവസ്ത്രമെന്നും വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ലോൺലി മൊണാർക്ക് എന്ന പേരിലുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഒരു സന്ദർഭത്തെ ഇന്ന് കൊല്ലത്തെ ഒരു സെമിനാറിൽ ആനുഷംഗികമായി ഞാൻ അനുസ്മരിക്കുകയുണ്ടായി. അത് ശ്രീനാരായണ ഗുരുവും മഹർഷി രവീന്ദ്രനാഥ ടാഗോറും തമ്മിലുള്ള സംഘർഷത്തെ ഓർക്കുമ്പോൾ ശിശിർകുമാർ രവീന്ദ്ര സംഗീതം കേട്ടുകൊണ്ട് വിശ്വഭാരതിയിൽ ചെലവഴിച്ച ഒരു രാത്രിയെ സുനിൽദാ വർണ്ണിക്കുന്ന രംഗമാണ്.
വാൽമീകി പ്രതിഭയും ഗീതാഞ്ജലിയും എഴുതിയിട്ടുള്ള, കാബൂളിവാല എഴുതിയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധിയുടെ ദേശീയ സങ്കല്പത്തോടെന്നും വിയോജിപ്പ് പറഞ്ഞിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന അധിനായക ജയഹേ ഭാരതഭാഗ്യവിധാത എന്നെഴുതുമ്പോൾ തന്നെ അഹരഹതവ ആഹ്വാന പ്രചാരിത സുനിതവ ഉദാരവാണി ഹിന്ദു ബുദ്ധ സിഖ് ജൈന പാരസിക മുസൽമാന ക്രിസ്ത്യാനി എന്ന് ബംഗാളത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിനൊരു ദേശീയ സംഗീതം സൃഷ്ടിച്ചു തന്ന സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ അന്നു രാത്രി ശിശിർദായുടെ മുന്നിൽ ശിശിറും കൂട്ടാളികളും തൻ്റെ കുടുംബാംഗങ്ങളും ഇരിക്കുന്ന ഒരു രാത്രി വേദിയിൽ താൻ എഴുതിയ പുതിയ നാടകം വായിക്കുന്നതിനെക്കുറിച്ച് സുനിൽദ ദ ലോൺലി മൊണാർക്കിൽ വിശദീകരിക്കുന്നുണ്ട്. സാധാരണ മഹർഷി രവീന്ദ്രനാഥ ടാഗോർ ഒരു കൃതി വായിച്ചു കഴിയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ മുഴുവൻ ഇന്ത്യയുടെ ഏറ്റവും പൊക്കമുള്ള ഹിമാലയത്തിൽ എത്തിച്ചേരുമെന്നത് സാഹിത്യശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണെങ്കിലും തൻ്റെ ആ നാടക പാരായണം കഴിഞ്ഞിട്ട് ശിശിറിൻ്റെ മുഖത്ത് അല്പം പോലും തെളിച്ചം കാണാതെ രവീന്ദ്രനാഥ ടാഗോർ ശിശിറിനോട് ചോദിച്ചു, ശിശിർ, ഇവരെല്ലാം ഈ നാടകത്തെക്കുറിച്ച് മികച്ചത് എന്ന് പറയും, ഇവരെല്ലാം ഈ നാടകത്തെ അംഗീകരിക്കും, പക്ഷെ എനിക്ക് അങ്ങയുടെ ചുണ്ടിൽ നിന്ന് വരുന്ന വാക്യം കേൾക്കാനാണ് ആഗ്രഹം. പറയൂ, എൻ്റെ നാടകം എങ്ങനെയുണ്ടായിരുന്നു? ശിശിർ പറഞ്ഞ മറുപടി സുനിൽദ എഴുതുന്നത് രസകരമാണ്. മഹർഷേ, ഞാൻ സത്യം പറയണമെന്നാണോ കള്ളം പറയണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? സത്യം പറയണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഇത് അങ്ങ് എഴുതിയ ഏറ്റവും മോശപ്പെട്ട ഒരു നാടകമാണ്. ഇതിലേത് വേഷം അഭിനയിക്കണമെന്ന് അങ്ങ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതെനിക്ക് ചേരില്ല, ഞാനത് ചെയ്യില്ല. ആ നോവൽ വളരെ മുൻപ് വായിച്ച ഒരു ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ മഹർഷി അവിടെ നിന്ന് പിണങ്ങി തിരിച്ചുപോയി, മുഖം വല്ലാതെ വിവർണമായി. അപ്പോൾ ശിശിറിൻ്റെ കൂട്ടുകാർ ശിശിറിനെ വഴക്കു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? ആരും രവീന്ദ്രയോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാറില്ല. ശിശിർ അല്പം മദ്യം സേവിച്ചിട്ട് തനിക്കനുവദിച്ച കൂടാരത്തിനകത്തു നിന്ന് രാത്രി രവീന്ദ്രനെ നോക്കുന്ന ഒരു രംഗം സുനിൽദ എഴുതുന്നുണ്ട്. അന്ന് രവീന്ദ്രയുടെ മുറിയിൽ വെട്ടമണഞ്ഞിട്ടില്ല. താൻ പറഞ്ഞത് ഓർത്ത് ക്ഷോഭിച്ച് സങ്കടപ്പെട്ട് രവീന്ദ്ര തൻ്റെ കസേരയിൽ ഉറങ്ങാതെ ഇരിക്കുകയായിരിക്കുമോ എന്ന് വിചാരിച്ച് ശിശിർ ഉറങ്ങിപ്പോയി. പുലർകാലത്തിൽ രവീന്ദ്രയുടെ മരുമകൾ വന്ന് പറഞ്ഞു, പിതാവ് കവി അങ്ങയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ പെട്ടെന്ന് അത്താഴമുറിയിലേക്ക് വരാൻ അദ്ദേഹം കൽപ്പിച്ചു. അവിടെ ചെല്ലുമ്പോൾ തലേ രാത്രിയെ പുനഃസൃഷ്ടിച്ചുകൊണ്ട്, തലേ രാത്രി തൻ്റെ നാടകം കേട്ട മനുഷ്യരെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് രവീന്ദ്ര ഒരു പുതിയ നാടകം വായിക്കാൻ ആരംഭിച്ചു. ആ നാടകത്തിൻ്റെ ഓരോ വരിയും കേൾക്കുമ്പോൾ ശിശിർ താനൊരു പുതിയ ലോകത്തെ കാണുന്നത് പോലെ തരിച്ചിരിക്കുന്നത് രവീന്ദ്ര കണ്ടിട്ടുണ്ടാവണം. ആ നാടക വായന കഴിഞ്ഞ് ശിശിർ പറഞ്ഞു, എന്തൊരത്ഭുതം! അങ്ങയുടെ പ്രതിഭ സാക്ഷാൽ വാൾത്തലപ്പ് വീശുന്നത് അങ്ങ് ഈ നാടകം വായിച്ചപ്പോൾ ഞാൻ കേട്ടു. രവീന്ദ്ര പറഞ്ഞു, അങ്ങ് ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ എഴുതിയ കൃതി മോശമാണ്, അതിലെ എൻ്റെ ഒരു കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ താങ്കൾക്ക് ഇഷ്ടമില്ല. ഞാൻ അപ്പോൾ തന്നെ അത് വലിച്ചു കീറിക്കളഞ്ഞു. എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവനിരുന്ന് ഒരു പോള കണ്ണടയ്ക്കാതെ ഞാൻ എഴുതിയ നാടകമാണ് ഇവിടെ വായിച്ചത്. ഈ അസാധാരണമായ പ്രതിഭയുടെ സാംസ്കാരിക വിശേഷത്തെ സർഗാത്മകതയുടെ ചരിത്രത്തിൽ ഇടപിടിക്കാൻ കൊള്ളാത്തതാണ് താൻ എഴുതുന്നതെങ്കിൽ അത് വലിച്ചു കീറിക്കളയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എഴുത്തുകാരൻ കാണിച്ച ധൈര്യത്തിൻ്റെ പേരാണ് ഭാരതമെങ്കിൽ ആ കൃതിയിലൂടെ ദ ലോൺലി മൊണാർക്കിലൂടെ സുനിൽദ മറ്റൊരു കാര്യം കൂടി കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാനാണ് അക്കാദമിയുടെ അധ്യക്ഷനായി വിജയിച്ചതെങ്കിലും പ്രിയപ്പെട്ട MT അങ്ങ് തന്നെയാണ് ദ ലോൺലി മൊണാർക്കിൻ്റെ അധികാരി എന്ന് പറയുന്ന സത്യമാണ്. ഈ അടുത്ത കാലത്ത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേതാവ്, അനേകം കഥാപാത്രങ്ങളെ മലയാളത്തിനു വേണ്ടി തന്നിട്ടുള്ള മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് MT വീഴുന്ന ഒരു ചിത്രവും നമ്മൾ കണ്ടു.
നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു MT ഒരു പിതാവിനെപ്പോലെ മമ്മൂട്ടി എന്ന തൻ്റെ പുത്രന്റെ നെഞ്ചിലേക്ക് വീണു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള ഒരു അഭിനേതാവിൻ്റെ പതുപതുത്ത നെഞ്ചിലേക്ക് MT വീണതാണ് എന്ന് അതിനെ വ്യാഖ്യാനിച്ചു. നമ്മുടെ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്, നമ്മുടെ താരനാഥന്മാർ പറയുന്നതാണ് ശരിയായ ചരിത്രമെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ലോൺലി മൊണാർക്കിന്റെ വായനയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മമ്മൂട്ടി എന്ന അഭിനേതാവിന്റെ നെഞ്ചിലേക്കല്ല MT വാസുദേവൻ നായർ വീണത്, മറിച്ച് MT തൻ്റെ കഥാപാത്രങ്ങളുടെ നെഞ്ചിലേക്കാണ് വീണത്. ഒരു വടക്കൻ വീരഗാഥ എങ്ങനെ നിർമ്മിച്ചു എന്ന ചോദ്യത്തിന് MT പറയുന്നൊരു മറുപടിയുണ്ട്. ചരിത്രത്തിലും നാടൻ പാട്ടുകളിലും ആക്ഷേപിക്കപ്പെടാവുന്നതിൻ്റെ മാക്സിമം ആക്ഷേപിക്കപ്പെട്ടവനാണ് ചന്തു. പക്ഷേ ആ ചന്തു ചതിക്കപ്പെടുന്നതിനെക്കുറിച്ചിട്ടുള്ള സൂചനകൾ വടക്കൻ പാട്ടുകൾക്കിടയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ ചന്തുവിൻ്റെ നെഞ്ചിലേക്കാണ് MT വീണത് എന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണ ഭാരതീയനായ രവീന്ദ്രയുടെ സംഗീതം മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് ഒരത്ഭുതവുമില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന സൂക്ഷ്മമായ ചിത്രങ്ങളാണെങ്കിൽ MTയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും ശക്തമായ ചിത്രം 975 മറ്റോ പുനലൂർ രാജൻ നിർമ്മിച്ച ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ MT ഇതുപോലെ അടുക്കി അടുക്കി വെച്ച തൻ്റെ പുസ്തക അലമാരയുടെ മുന്നിൽ ഉടുപ്പിടാതെ നിൽക്കുകയും ഒരു പുസ്തകം തുറന്ന് തൻ്റെ തീവ്രമായ കണ്ണുകൾ കൊണ്ട് അതിനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. MTയുടെ കണ്ണെന്നാൽ അത് ക്രാന്തദർശിയുടെ കണ്ണാണെന്ന് മഞ്ഞു വായിച്ചവർക്കറിയാം. അതിലെ വിമല സർദാർജിയെ കാണാൻ പോകുന്ന ഒരു രംഗം MT ആവിഷ്കരിച്ചിട്ടുണ്ട്. മരണത്തെ സ്വശരീരത്തിൽ എടുത്തു വെച്ച് സർദാർജി മുകളിലേക്ക് കയറിപ്പോകുന്നു. അങ്ങേക്ക് ക്ഷീണമുണ്ടോ എന്ന ചോദ്യം വിമല തൻ്റെ കണ്ണുകൾ കൊണ്ട് ചോദിക്കുന്ന ഈ ക്രാന്ത ദർശനം ബുദ്ധുവിൻ്റെ തുഴയുടെ പിടിയിലും MT എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം സഞ്ചരിച്ച കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ മലയുടെ മുകളിലേക്കുള്ള കയറ്റം നമുക്ക് രണ്ടാം ഊഴത്തിലും കണ്ടെത്താൻ പറ്റും. ഈ MT തുറന്നു വായിച്ച പുസ്തകം ഏതാണെന്ന് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ബഷീറിൻ്റെ ഭ്രാന്തിൻ്റെ കത്തിപ്പിടിയെ മലയാളത്തിൻ്റെ നടൻ മധു പിടിച്ചു വാങ്ങുന്ന രംഗത്തെ ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടുള്ള പുനലൂർ രാജനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. MT തുറന്നു വായിച്ച പുസ്തകത്തിൻ്റെ പേര് ദ ക്യാറ്റ് ആൻഡ് മൗസ് എന്നാണ്, പൂച്ചയും എലിയും. ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ്റെ പേര് ഗുന്തർ ഗ്രസ് എന്നാണ്. 975 മലയാളത്തിൽ ആരും ഒരു പക്ഷേ വായിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പുസ്തകത്തെ വീണ്ടും വീണ്ടും വായിക്കുകയും ലോകത്തിൽ ഏറ്റവും ക്ലേശകരം എന്നറിയപ്പെടുന്ന ആഖ്യാന സാഹിത്യം വശമുള്ള ആ എഴുത്തുകാരനെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി നോക്കിക്കൊണ്ടു നിൽക്കുകയും ചെയ്യുന്ന MTയുടെ ആ ചിത്രത്തിനും പിന്നെയും 10 വർഷം കഴിഞ്ഞിട്ടാണ് DC ബുക്സിലൂടെ പൂച്ചയും എലിയും എന്ന് പറയുന്ന ആ ചെറിയ നോവൽ മലയാളത്തിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഗുന്തർ ഗ്രസിനെ കുറിച്ച് പറയാനാണ്. ഈ ഗുന്തർ ഗ്രസ് 75 കഴിഞ്ഞ് 85 കഴിഞ്ഞ് 95 കഴിഞ്ഞ് 96 MTക്ക് ജ്ഞാനപീഠ പുരസ്കാരവും കിട്ടിക്കഴിഞ്ഞു. ടിൻഡ്രം എന്ന നോവലിന് നൊബേൽ സമ്മാനം നേടിയ, ഹിറ്റ്ലറുടെ നാസി പട്ടാളത്തിന്റെ യുവമുന്നണിയിൽ പ്രവർത്തിച്ചത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഗുന്തർ ഗ്രസ് വയസ്സായി വൃദ്ധനായി 2000ന്റെ അവസാനങ്ങളിൽ ഒന്നിൽ അമേരിക്കയിലേക്ക് പറക്കുന്നതിന് മുൻപ് എഴുതിയ ഒരു കവിത ഇന്ത്യക്ക് കൂടി വളരെ പ്രിയപ്പെട്ട ഒരു കവിതയാണ്. അതിൻ്റെ പേരാണ് വാട്ട് മസ്റ്റ് ബി സെഡ്, ഞാൻ എന്താണ് പറയേണ്ടത്. ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടുകളിലൊന്നാണ്. ഗ്രാസ് ആ കവിതയിൽ പറയാതെ പറയുന്ന ഒരു ഭാഷ, ഒരു ജർമ്മൻകാരൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് വട്ടം ശിരസ് കുനിച്ചിട്ടുണ്ട്. ആര്യവംശത്തിന്റെ രക്തത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്റെ രാഷ്ട്രത്തിന്റെ തത്വചിന്തയ്ക്ക് ചേരാത്ത ഒരു സിംഹാസനത്തിലിരുന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നരാധമന്മാരിൽ ഒരാൾ കോടാനുകോടി മനുഷ്യരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ശിരസ്സറുത്തെറിയുന്നത് കണ്ടിട്ട് ഞാൻ വല്ലാതെ വിറങ്ങലിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വിറങ്ങലിപ്പ് ജർമ്മനിയിൽ ഞാൻ മാത്രമല്ല പങ്കുവച്ചത് എന്നെനിക്കറിയാം.
പക്ഷേ ആ രാഷ്ട്രമിപ്പോൾ 2000-ന്റെ ഏറ്റവും ഒടുവിലെ ഈ സന്ധിയിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് ഒരു ആണവായുധം വഹിക്കാൻ കഴിയുന്ന അന്തർവാഹിനി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? ഇനിയും എൻ്റെ തലമുറയെ കൊണ്ട് എൻ്റെ രാഷ്ട്രമെ ഇങ്ങനെ ലജ്ജിപ്പിക്കരുത് എന്നാണ് ആ കവിതയുടെ പ്രമേയം. ആ ഇസ്രായേൽ വാങ്ങിക്കൂട്ടിയ ആണവ അന്തർവാഹിനി രാഷ്ട്രത്തിനുള്ളിൽ കൊണ്ടുവച്ചിട്ട് അനേകം ആണവായുധങ്ങൾ നിർമ്മിച്ചു വച്ചിട്ട് ആ രാഷ്ട്രത്തിൽ നിന്ന് തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഒരായുധവും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ തകർത്തെറിയുമ്പോൾ ഗുന്തർ ഗ്രസ് തന്റെ രാഷ്ട്രമായ ജർമ്മനിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ചികിത്സയ്ക്ക് പോവുകയായിരുന്നു. ഈ ഗുന്തർ ഗ്രസിനെ എത്രയോ കാലം പിന്തുടർന്നിട്ടുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ചാണ്, MT കുറിച്ചാണ് ഇന്നലെ നമ്മുടെ അനുസ്മരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഗുന്തർ ഗ്രസ് എഴുതിയ വാട്ട് മസ്റ്റ് ബി സെഡ് എന്നത് മനസ്സിലാക്കുന്നതിലുള്ള തലച്ചോറ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാണ് അർത്ഥം. അദ്ദേഹം ന്യൂയോർക്കിലെ ചികിത്സാലയത്തിന്റെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കയറ്റുമ്പോൾ ഇസ്രയേൽ എന്ന രാഷ്ട്രം ഈ എഴുത്തുകാരന് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഒരൊറ്റ ഇസ്രയേലി ഡോക്ടറും ഇയാളെ ചികിത്സിക്കാൻ പാടില്ല. ഇസ്രയേലിന്റെ ഒരു മരുന്ന് കമ്പനിയും ഇയാൾക്ക് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കാൻ പാടില്ല. ഒരു ഇസ്രയേലി വായനക്കാരനും ഇയാളെ വായിക്കാൻ പാടില്ല എന്ന് ഒരു രാഷ്ട്രം അതിന്റെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഗുന്തർ ഗ്രസിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ നാം വിചാരിക്കുന്നത് സിംഹാസനങ്ങളിൽ പട്ടുമെത്തയ്ക്കുമേലിരിക്കുന്ന ഈ വലിയ രാഷ്ട്രങ്ങൾ മാത്രമാണ് ഉപരോധം പ്രഖ്യാപിക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷയെ മറന്നു പോവുകയാണ് എന്ന് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന് മലയാളത്തിന് വേണ്ടി വായിച്ച സംസ്കാരം എഴുതിയ UR അനന്തമൂർത്തി ബാംഗ്ലൂരിലെ ഒരാശുപത്രിയിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പോകുമ്പോൾ നിനക്കുള്ള പാകിസ്ഥാൻ പാസ്പോർട്ട് ഞങ്ങളിതാ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് എന്ന് ആ എഴുത്തുകാരനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്ന വർഗീയ കൊടിമരങ്ങൾ, കോമരങ്ങൾ ഈ രാഷ്ട്രത്തിലും ഉയർന്നു വന്നതിനെ കുറിച്ചിട്ടാണ് 2000-ന്റെ അവസാനം പറയുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഗുന്തർ ഗ്രസിനെ വായിച്ചിട്ടാണ് എന്റെ തലമുറയും നമ്മളും നിങ്ങളും വൈവിധ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയത്. അത് വിളിച്ചു പറഞ്ഞ വരിഷ്ഠനായ ഒരു സന്യാസിയുടെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന അരുവിപ്പുറത്തിന്റെ ഒരു വിളിപ്പാടിന്റെ അകലത്തിലാണ് എൻ്റെ വീട്. പക്ഷെ ഇപ്പൊ പറയുമ്പം ഒരു നാണക്കേടുണ്ട്, എൻ്റെ വീടിന്റെ അപ്പുറത്താണ് സമാധി നടന്ന സ്ഥലവും. അരുവിപ്പുറം അപ്പുറത്ത്, സമാധി ഇപ്പുറത്ത്, ഞാനിതിന്റെ നടുക്ക് ഭ്രാന്താലയമെന്ന് വിവേകാനന്ദ സ്വാമിയെ കൊണ്ട് വിളിപ്പിച്ച ഈ കേരളത്തെ ഭ്രാന്തിനെ മുഴുവൻ ചികിത്സിച്ച വരിഷ്ഠരായ സന്യാസി വര്യന്മാർ വൈവിധ്യമെന്തെന്ന് പഠിപ്പിച്ചു തന്ന ആ സ്വർലോക കാലഘട്ടത്തിൽ നിന്ന് സമാധിയുടെ നരകകാലത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്തിൽ വൈവിധ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അനേകം രാഷ്ട്രീയ മൂല്യമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുരുവിന്റെ കവിത മലയാളം ചൊല്ലിയിട്ടുള്ള ഏറ്റവും വലിയ കവിതകളിൽപ്പെട്ട 4 വരിയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഏതെങ്കിലും ഒരു സമാധിക്ക് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ സർവരെയും സോദരത്വേന കാണുന്ന ഒരു സമാധി സ്ഥാനമായി തീരാൻ കഴിയുമോ എന്നതാണ് ഗുരുദേവന്റെ ഈ വരി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഗുരു അദ്ദേഹത്തിന്റെ അദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 5 ശ്ലോകങ്ങളുടെ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് വളരെ ആധികാരികമായ ഒരു ഭാഷയിലാണ്. നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാദിഷ്ട കലസിത സ്വന്മുക്തികാമോ ഭുവി എന്ന് പറയുന്ന അങ്ങനെ തുടങ്ങുന്ന ഒരു കാര്യം. ആർക്കാണ് മോക്ഷത്തിന് അധികാരം? ആർക്കാണ് തന്ത്രത്തിന് അധികാരം? ആർക്കാണ് ദൈവസ്ഥാനത്തെ തൊടാൻ അധികാരമെന്ന് ആനുഷംഗികമായി ഗുരു ചോദിക്കുകയല്ല, ധീരമായ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. നിർവേദത്തെ തൊടാൻ, നിർവാണത്തിലെത്തിച്ചേരാൻ, മോക്ഷേച്ഛയെ ആഗ്രഹിക്കാൻ, നിത്യവും അനിത്യവും ഏത് എന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് അധികാരമെന്ന ചോദ്യത്തിന് ഗുരു പറഞ്ഞ മറുപടിയാണ് പഠിച്ചവർക്കാണ് അധികാരം, വായിച്ചവർക്കാണ് അധികാരം, വിവരമുള്ളവർക്കാണ് അധികാരം, വിവേകികൾക്കാണ് അധികാരം. അത് ആണ് പെണ്ണ് എന്ന ഭേദമില്ല, അതിൽ കുഞ്ഞ് മുതിർന്നവരെന്ന ഭേദമില്ല, അതിൽ പട്ടിണി കിടക്കുന്നവൻ പട്ടിണിയില്ലാത്തവൻ എന്ന ഭേദമില്ല,
അതല്ലെങ്കിൽ അഞ്ചുതെങ്ങിൽ വളർന്ന കായിക്കരക്കാരനായ കുമാരുവിനെ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിഷിപ്പിലേക്ക് പിന്താങ്ങുമ്പോൾ ഗുരുവും പൽപ്പവും തമ്മിൽ നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരുന്നത് ഈ പ്രക്രിയയാണ്. ഈ വൈവിധ്യത്തിന്റെ സമാകലിതമായ സൗന്ദര്യശാസ്ത്രമാണ് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരുമെന്ന് പറയുന്ന ആ സാഹോദര്യ പ്രഖ്യാപനത്തിലുള്ളത്. സാഹോദര്യമാണ് ആ കവിതയുടെ രാഷ്ട്രീയം. സാഹോദര്യം എവിടെ നഷ്ടപ്പെടുമോ അവിടെ വൈവിധ്യം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ജാതിഭേദത്തെ നോക്കാൻ നിർബന്ധിതരായിത്തീരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി ആ നാലുപേര് വിളിച്ചു പറയുന്നത്. ഒരുപക്ഷെ 1888 എഴുതപ്പെട്ട ആ കവിത, 1888 നടന്ന അരുവിപ്പുറത്തെ പ്രതിഷ്ഠ, 1897 നടന്ന ആത്മോപദേശ ശതകത്തിന്റെ രചന, ആ രചനയിൽ ഗുരു പറഞ്ഞ എനിക്കൊരു പ്രിയം, നിങ്ങൾക്കൊരു പ്രിയം, മറ്റൊരാൾക്കൊരു പ്രിയം, പ്രിയങ്ങൾ പലതുണ്ട്, പക്ഷേ ഈ പലതിനെ സംരക്ഷിക്കുന്ന ഒരു സാഹോദര്യത്തെക്കുറിച്ച്, പല മതസാരത്തെക്കുറിച്ച്, വൈവിധ്യത്തെക്കുറിച്ച് പറയുന്ന ആ തത്വദർശനത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് 1924 ഇന്ത്യയിലെ ലോകത്തിലെ സകല മതങ്ങളെയും ഒരുമിച്ച് കൂട്ടി ആലുവ അദ്വൈതാശ്രമത്തിന്റെ മുറ്റത്ത് നടത്തിയ സർവമത സമ്മേളനം. ഞാൻ ഗുരുവിനെ കൂടുതൽ ഊന്നി പറയുകയല്ല. ഇത് വൈകുണ്ഠരിലുമുണ്ട് ഈ മൂല്യം. നവോത്ഥാനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതുമല്ല. മുന്തിരിക്കിണർ കുടിച്ച് അയ്യാ വൈകുണ്ഠർ വെള്ളം കോരി സകലമാന മനുഷ്യരുടെ മേലെയും ഒഴിച്ചു. തപസ്സിന് അധികാരമാർക്ക് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിനെന്ന് പറയുന്ന പഴയ ശംഭൂക കാലത്തെ തകർത്തിട്ട് തപസ്സിന് അധികാരം സർവർക്കുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിന്റെ രാഷ്ട്രീയമാണെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പെണ്ണിന് പഠിക്കാമോ, ശൂദ്രന് പഠിക്കാമോ എന്ന ചോദ്യത്തിന് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണത്തിൽ പറഞ്ഞ മറുപടി ന സ്ത്രീ ശൂദ്രൗ വേദമധീയാത എന്ന സ്മൃതിവാക്യം ആരാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്? അത് ഏത് ശങ്കരൻ ഉണ്ടാക്കിയാലും ശരി, അതാരുണ്ടാക്കിയാലും ശരി, പെണ്ണിനും ശൂദ്രനും പഠിച്ചുകൂടാ എന്നല്ല, പഠിക്കൽ നിർബന്ധമല്ല. ആകയാൽ പഠിക്കുന്നവർക്ക് പഠിക്കാമെന്ന് പറയുന്നത് വൈവിധ്യത്തിന്റെ രാഷ്ട്രീയത്തിന് മുന്നിലോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈക്കം സത്യാഗ്രഹം 925 മാർച്ചിൽ പൂർത്തിയാകാതെ പോയ കേരളത്തിൽ, പടികടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരം പൂർണ്ണമായി തീരാത്ത കേരളത്തിൽ, പിന്നെയും കുറച്ചു കാലം കഴിയുമ്പോൾ പാലിയത്തച്ഛന്മാരുടെ വകയായിട്ടുള്ള വഴിയിലൂടെ നടക്കാൻ ഒരു പാലിയം സമരം നടക്കുന്നത് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആ സമരത്തിന് പനമ്പള്ളി നേതൃത്വം കൊടുക്കുന്നു, ആ സമരത്തിന് സഹോദരൻ അയ്യപ്പൻ നേതൃത്വം കൊടുക്കുന്നു, ആ സമരത്തിന് SNDP ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നു. ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ നേതൃത്വം കൊടുത്തവരെല്ലാം പിൻവലിച്ചപ്പോഴും കേരളത്തിലെ ഇടത് പുരോഗമന ബുദ്ധിജീവികൾ ആ സമരവുമായി മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് EMS പിൽക്കാലത്ത് ഒരു കുറിപ്പെഴുതിയിട്ടുണ്ട്. EMS പറഞ്ഞ കാര്യം, പാലിയം സമരത്തെ വിജയിപ്പിച്ചതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക സാമുദായിക മുന്നണി മാത്രമായിരുന്നില്ല. ആ സമരം വിജയിച്ചുവെങ്കിൽ ആ വിജയത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ ഒരു ഐക്യമുന്നണിയാണ്. കേരളത്തിലെ ചിന്തിക്കുന്ന, മുന്നിലേക്ക് നോക്കുന്ന ധൈഷണികരുടെ ഒരു തലമുറയാണെന്ന് പറയുന്ന വൈവിധ്യത്തിന്റെ സമാഹരണമുണ്ടല്ലോ, ആ വൈവിധ്യത്തിന്റെ സമാഹരണത്തെ ഒരു വർഗീയവാദിക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ പ്രസംഗത്തെ നീട്ടുന്നില്ല. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള വിസ്തൃതമായ ഡിസ്കഷൻസിന്റെ ചരിത്രത്തിനുള്ളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു പക്ഷേ ഉണ്ടാകാം, നമുക്ക് ഈ ബുക്ക് സ്റ്റോളുകളിൽ നിന്ന് വായിക്കാൻ പറ്റിയേക്കാം അർഖ്യാസെൻ ഗുപ്തയുടെ ദ കൊളോണിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം. അർഖ്യാസെൻ ഗുപ്ത പറയുന്നത്, നമ്മൾ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. We the people of India having solemnly resolved to constitute India into a sovereign, democratic, federal republic, secular republic. സെക്യുലറിസം എന്നുള്ളത് നമ്മൾ പിന്നീട് അമെൻഡ് ചെയ്ത് ചേർത്തതാണെങ്കിലും ഈ സോവറിനിറ്റിയുടെ ഉള്ളിൽ മതനിരപേക്ഷ എന്ന സങ്കല്പമില്ലേ? ഡെമോക്രസിയുടെ ഉള്ളിൽ മതനിരപേക്ഷത എന്ന സങ്കല്പമില്ലേ? ഈ ഇന്ത്യ പാകിസ്ഥാനെ പോലെ ഒരു മതാധികാര രാഷ്ട്രമായി തീരണമെന്ന് ആഗ്രഹിച്ച ഒരു ഭരണഘടനയും അക്കാലത്ത് എഴുതപ്പെട്ടതിനെ കുറിച്ച് അർഖ്യാസൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ നിരനിരയായിരുന്ന് അട്ടിയട്ടി പേപ്പറുകളിൽ വർത്തമാനം പറയുന്നതിനെ ആ സഭ മിനിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ വാക്കും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പീസ്മെന്റ് എന്ന വാക്ക് പോലും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. മദ്രാസ് പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് വന്ന
മിസ്റ്റർ ബെയ്ജ് സാഹിബ് ഒരു ഘട്ടത്തിൽ എണീറ്റ് നിന്നിട്ട് ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറഞ്ഞു, ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് അനേക ലക്ഷം മനുഷ്യർ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് അനേക ലക്ഷം മനുഷ്യർ ഇന്ത്യയിലേക്കും കടന്നു വരുന്ന ദാരുണമായ ഒരു സന്ദർഭത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ജവഹർലാൽ നെഹ്റു അടക്കമുള്ള, രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള, രാധാകൃഷ്ണൻ അടക്കമുള്ള, അംബേദ്കർ അടക്കമുള്ള, KM മുൻഷി അടക്കമുള്ള വലിയ സദസ്സിരിക്കുന്ന ഈ സഭയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ആ രാഷ്ട്രം വേണ്ട എന്നുപേക്ഷിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വരികയും ഇസ്ലാം മതത്തിൽ പിറന്നവരാണെങ്കിലും ഈ ഇന്ത്യ രാഷ്ട്രത്തിൽ തന്നെ തങ്ങളുടെ രാഷ്ട്രമായി ജീവിക്കാൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത മഹാജനങ്ങളോടുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ സമീപനവും മതസമീപനമാണോ? അത് ഹിന്ദുക്കളോട് പ്രത്യേക അപ്പീസ്മെന്റ് പുറപ്പെടുവിക്കുന്ന ഒരു സമീപനമാണോ എന്ന് ബെയ്ജ് സാഹിബ് ചോദിച്ചു. മുഖം വിറങ്ങലിച്ച് ഞാൻ തുടക്കത്തിൽ രവീന്ദ്രനാഥിനെ അവതരിപ്പിച്ചതുപോലെ വല്ലാതെ വിഷണ്ണനായി വിയർത്തിട്ട് സങ്കടപ്പെട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എണീറ്റ് നിന്ന് പറഞ്ഞ മറുപടി, ദ റെസ്പെക്റ്റഡ് മെമ്പർ, അങ്ങയോട് ഞാനൊരു കാര്യം പറയട്ടെ. നാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെക്യുലർ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ മറ്റാരും നടത്തിയിട്ടില്ല എന്നെനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. അങ്ങ് ഇവിടെ ഒരു വാക്ക് പറഞ്ഞില്ലേ, അപ്പീസ്മെന്റ്. ഇവിടത്തെ സർക്കാരിന് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് പ്രത്യേകമായ പ്രീതിയുണ്ടോ താല്പര്യമുണ്ടോ എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അങ്ങ് പറഞ്ഞ ആ വാക്കിനെ കൂടുതൽ കൂലങ്കഷമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങയോടുള്ള എൻ്റെ അപേക്ഷ, ദയവായി അങ്ങ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഒരു ഡിക്ഷണറി കരുതണേ എന്ന് പണ്ഡിറ്റ് ജി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ സെക്യുലർ മനസ്, അദ്ദേഹത്തിന്റെ വിശിഷ്ടമായ ആ താല്പര്യം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വിസ്തൃതമായ ഇന്ത്യ ചരിത്ര പുസ്തകത്തിന്റെ ആഖ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരച്ഛൻ മകൾക്കയച്ച ആ ചെറിയ ബാലസാഹിത്യ കൃതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രമേൽ വിശിഷ്ടരായ മനുഷ്യർ ഈ ഇന്ത്യ രാജ്യത്തിലെ ഓരോ പൊട്ടും പൊടിയും അവയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകാതെ, ഒരു മതഭരണകൂടത്തിനും കീഴ്പ്പെടാതെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ വരിഷ്ഠമായ ഗരിമയെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ രാജ്യം ലോകത്തിന്റെ ശിരസിലേക്ക് നടന്നു പോകുന്ന ആ സങ്കല്പത്തിന്റെ പ്രഭാപുരസ്സരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അർഖ്യാസന പുസ്തകത്തിൽ പറയുന്നുണ്ട്, സവർക്കറും ഒരു ഭരണഘടന എഴുതി വയ്ക്കുന്നുണ്ട്. 1941 ബാപ്പുജിയും ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന പേരിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ഭരണഘടനയെക്കുറിച്ച് എഴുതി വയ്ക്കുന്നുണ്ട്. മിസ്റ്റർ MN റോയിയും സോഷ്യലിസ്റ്റ് ഭരണഘടന എന്ന പേരിൽ ഒരു ഭരണഘടന എഴുതി വയ്ക്കുന്നുണ്ട്. പക്ഷേ സവർക്കറുടെ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്വീകരിച്ചില്ല. MN റോയിയുടെ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചർച്ചയ്ക്കെടുത്തില്ല. മഹാത്മാഗാന്ധിയുടെ ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന് വില്ലേജാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഹൃദയം, അവിടെയാണ് ഇന്ത്യ തുടിക്കുന്നത് എന്ന് പറയുന്ന വൈവിധ്യത്തിന്റെ ആ മന്ത്രത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തു വെച്ചു. അർഖയുടെ ഒരു വിമർശനമുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ സത്യഗ്രഹം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കടന്നു വന്നിട്ടില്ല. അഹിംസ എന്ന വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് മെല്ലെ അർഖയുടെ പുസ്തകം പോകുന്ന ലാഞ്ചൽ എൻ്റെ വായനയിൽ തോന്നിയത് സവർക്കറുടെ ഭരണഘടനയാണ് മികച്ചത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അർഖ്യ തൻ്റെ പുസ്തകത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നെനിക്ക് എൻ്റെ വായനയിൽ തോന്നി. സവർക്കർ എഴുതിയതാണ് ഭരണഘടന. ഒരു മതാധികാര രാഷ്ട്രം ഏകാധിപത്യപരമായ ഒരു സിംഹാസനത്തിന്റെ കീഴിൽ ഉൾക്കൊള്ളുന്നതാണല്ലാതെ സോവേണിറ്റി വിളിച്ചു പറയുന്ന, ഫ്രട്ടേണിറ്റി വിളിച്ചു പറയുന്ന, ഡെമോക്രസി വിളിച്ചു പറയുന്ന, സെക്യുലറിസം വിളിച്ചു പറയുന്ന, ഫെഡറലിസം വിളിച്ചു പറയുന്ന വൈവിധ്യത്തിന്റെ ഒരു ഭരണഘടന തകർക്കപ്പെടേണ്ടതാണ്, ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറയുന്ന ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമകാലിക വർത്തമാന ഇന്ത്യയിൽ നാം എങ്ങനെ ഈ വൈവിധ്യത്തിലേക്ക് തിരിച്ചു വരുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചുരുക്കുകയാണ്. ഇതൊരു ചെറിയ ഡ്രാഫ്റ്റാണ്. വർഷങ്ങൾക്ക് മുൻപ് KN പണിക്കർ സാറ് വർഗീയത ഇന്ത്യയിൽ എന്നെഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം അദ്ദേഹം നടത്തിയ ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ മലയാള വേർഷനാണ്. ഈ പുസ്തകത്തിലെ വാക്യങ്ങൾ KN പണിക്കർ സാറ് ബാംഗ്ലൂരിലേക്ക് കേരളത്തിൽ നിന്ന് വിടവാങ്ങി പറയുന്ന ആ സന്ദർഭത്തിലും മനസ്സിലോർത്തിട്ടുണ്ടാകണം. അദ്ദേഹം വിറങ്ങലിച്ച ശബ്ദത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും കേരള സർവകലാശാലയുടെയും എത്രയോ മീറ്റിങ്ങുകളിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു പുതിയ ദൃശ്യ സംസ്കാരത്തെ വർഗീയത വാരിയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടെലിവിഷൻ ചാനലുകളിലൂടെ നാം ഇന്നലെ വരെ കാണാത്ത ഒരു രാമായണം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്.
നാം കേട്ടിട്ടില്ലാത്ത ഒരു മഹാഭാരതത്തെ ഒരു പുതിയ രാഷ്ട്രീയ സ്വരത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാമായണം മുന്നിലേക്ക് വരുമ്പോൾ ഫാദർ കാമിൽ ബുൽക്കയുടെ പുസ്തകം നമ്മുടെ ബുക്ക് സ്റ്റോളുകളിൽ നിന്ന് പിൻവലിക്കാൻ ഒരു പക്ഷേ നാം നിർബന്ധിതരായിത്തീരും. ഫാദർ കാമിൽ ബുൽക്കെ ഇന്ത്യയിലും ലോകമെമ്പാടും സഞ്ചരിച്ചിട്ട് രാമായണത്തിന് അനേകം വെർഷൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹം കേരളത്തിലും വന്നു. മാപ്പിള രാമായണം, നാടോടി രാമായണം, അധ്യാത്മ രാമായണം, രാമകഥപ്പാട്ട്, കുഞ്ചനും തുഞ്ചനും പുനന്നമ്പൂതിരിയും ഒക്കെ എഴുതിയ രാമായണത്തിന്റെ വ്യത്യസ്തമായ വെർഷനുകൾ, പാതാള രാമായണം, തമിഴിലെ രാമായണം, കമ്പരാമായണം, അധ്യാത്മ രാമായണം. ഇനി രാജസ്ഥാനിലേക്ക് പോയാൽ രാവണൻ നിർമ്മിച്ചെടുത്ത വീണ വീട്ടിയിട്ട് അവിടുത്തെ നാടോടിപ്പാട്ടുകാർ പാടുന്ന രാമായണം. ആയിരക്കണക്കിന് രാമായണങ്ങളുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ച് ഫാദർ കാമിൽ ബുൽക്കെ ഒരു വശത്തെ കർത്താവിനെയും മറുവശത്ത് രാമനെയും മനസ്സിൽ വെച്ചുകൊണ്ടെഴുതിയ ഇന്ത്യയുടെ സെക്കുലർ ബോധ്യത്തിന്റെ പുസ്തകത്തെ പുസ്തകശാലകളിൽ നിന്ന് എടുത്തു മാറ്റണമെന്നും അങ്ങനെ അനേകം രാമായണങ്ങളില്ല, ഒരൊറ്റ രാമായണം മാത്രമേ ഉള്ളൂ എന്നും പറയുന്ന ഏകാധിപത്യത്തിന്റെ ഒരു ശബ്ദം നമ്മുടെ രാമായണ വൈവിധ്യങ്ങൾക്കുമേൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് KN പണിക്കർ വിറങ്ങലിച്ച ഭാഷയിൽ ഇതിൽ പറയുന്നുണ്ട്. എന്തേ 1940 ഇത്തരം ശബ്ദങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കാതെ പോയി? എന്തേ 1990 ശേഷം ഇന്ത്യയിൽ ഇത്തരം ശബ്ദങ്ങൾ കുടുംബിരിക്കൊണ്ടിട്ട് മണിപ്പൂരിൽ കത്തിക്കുന്നു, രാജസ്ഥാനിൽ കത്തിക്കുന്നു, ബോംബെയിൽ കത്തിക്കുന്നു, കേരളത്തിൽ കത്തിക്കാൻ ശ്രമിക്കുന്നു, തമിഴ്നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നു? നമ്മുടെ വൈവിധ്യങ്ങളെ, സാഹോദര്യത്തെ മറഞ്ഞുകൊണ്ട് ആളുകൾ പരസ്പരം സംഘർഷപ്പെടുന്ന കാലാവസ്ഥയിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചേരുന്നു? പണിക്കർ സാർ പറയുന്ന കാര്യം 40കളിൽ 50കളിൽ ഈ ഏകാധിപത്യ പ്രവണതയെ കൊണ്ടുവരാൻ ശ്രമിച്ചവർ, അത് പറയുമ്പോൾ അവർ മാത്രമാണ് മുന്നണിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർ, സാധാരണ മനുഷ്യർ, ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യർ, വില്യം റീഹ് ഫാസിസത്തിന്റെ മനഃശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മധ്യവർഗം മുഴുവൻ ഈ വൈവിധ്യങ്ങൾ ആവശ്യമില്ല, നമുക്കൊരൊറ്റ ശബ്ദം മതി, ആ ഒരുമയാണ്, ഒന്നാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു സാങ്കല്പിക ഫാന്റാസ്റ്റിക് എന്ന് പറയാമെങ്കിൽ അങ്ങനെയുള്ള ഒരു വർത്തമാനകാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഈ ഇരുമ്പിനെ നമുക്കെങ്ങനെ തച്ചുടയ്ക്കാൻ പറ്റുമെന്നതാണ് മുഖ്യമായ ആലോചനയുടെ വിഷയം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് മുതലാളിത്തം നിർമ്മിച്ചെടുക്കുന്നതാണോ? സമയമില്ലാത്തത് കൊണ്ട് ആ ഒരു പോയിന്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു പുസ്തകം കൂടി എനിക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട്. ടെക്നോ ഫ്യൂഡലിസം, വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്ന യാനിസ് വറൂഫാക്കിസിന്റെ പുസ്തകം. ക്യാപിറ്റലിസം ഈസ് ഡെഡ് എന്ന് നിസ്സംശയം യാനിസ് വറൂഫാക്കിസ് പറയും. മുതലാളിത്തം മരിച്ചിരിക്കുന്നു. ആരാണ് മുതലാളിത്തത്തെ കൊന്നത്? മുതലാളിത്തം തന്നെയാണ് മുതലാളിത്തത്തെ കൊന്നത് എന്ന് യാനിസ് വറൂഫാക്കിസ് ഉറക്കെ വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിച്ചിട്ട് പറയും, ഇതല്ലേ പണ്ട് മാർക്സ് പറഞ്ഞത്, മുതലാളിത്തം അതിൻ്റെ തന്നെ ആന്തരവൈരുദ്ധ്യങ്ങൾ കൊണ്ട് തകർന്നു പോകും. ഈ പുസ്തകം 2021 കോവിഡിന്റെ പാൻഡമിക്കിന്റെ ഒരു അന്തരീക്ഷത്തിന് ശേഷം രൂപപ്പെട്ടു വന്നതാണെങ്കിൽ ഈ പുസ്തകം വരുന്നതിനും 10-15 കൊല്ലം മുൻപ് 2007 ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ബിൽ ഗേറ്റ്സ് മുതലാളിത്തത്തിന്റെ തകർച്ചയെ പറഞ്ഞുകൊണ്ട് എഴുതിയ ക്രിയേറ്റീവ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തിലും ബിൽ ഗേറ്റ്സ് പറയുന്നുണ്ട്, മുതലാളിത്തം മരിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ മുതലാളിത്തത്തിന് ബദൽ ക്രിയേറ്റീവ് ക്യാപിറ്റലിസം, സേവന മുതലാളിത്തമാണ് എന്ന് പറഞ്ഞ ബിൽ ഗേറ്റ്സിനെ തള്ളിമാറ്റിക്കൊണ്ട് ചരിത്രത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് യാനിസ് വറൂഫാക്കിസ് പറയുന്നത്, മുതലാളിത്തത്തിന് പകരം ഒരു ഇന്റർനെറ്റ് മുതലാളിത്തം, വെബ്സൈറ്റ് മുതലാളിത്തം, ട്വിറ്ററിന്റെയും ഫേസ്ബുക്കിന്റെയും ഒരു മുതലാളിത്തം, അതീന്ദ്രിയമായ ഒരു ലോകത്തിന്റെ യാഥാർത്ഥ്യത്തോട് സമരസപ്പെടാത്ത ഒരു മുതലാളിത്തം, വൈവിധ്യങ്ങൾ പുറമേ ഉണ്ട് എന്ന് തോന്നിക്കുമെങ്കിലും കഷായത്തിൽ പോലും വിഷം കലർത്തുന്ന മുതലാളിത്തം നമ്മുടെ ജീവിതത്തെ പിടിച്ചുകൊടുത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലൗഡ് ക്യാപിറ്റലിസത്തിന്റെ കാലത്ത് നമ്മുടെ തലച്ചോറുകളെ എങ്ങനെ സംരക്ഷിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കൂടിയിരിക്കുന്ന മുതിർന്നവർക്ക് വായനയുടെയും അനുഭവത്തിന്റെയും പശ്ചാത്തലം ആവോളമുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കേണ്ട കുഞ്ഞുങ്ങൾ എവിടെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ കുഞ്ഞുങ്ങളെ ഈ ക്ലൗഡ് ക്യാപിറ്റലിസത്തിന്റെ നഖങ്ങൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാതെ നാം അവരെ തിരിച്ചു പിടിക്കുക എന്നതാണ് വൈവിധ്യത്തിന്റെ രാഷ്ട്രീയം എന്നത്, സാംസ്കാരിക ബോധ്യം എന്നത് ഈ മീറ്റിംഗിൽ നാം ഉറക്കെ വിളിച്ചു പറയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഞാൻ നിർത്തട്ടെ. ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ഗോർക്കിയുടെ അമ്മ എന്ന നോവലുണ്ടല്ലോ. ഗോർക്കിയുടെ നോവലാണ് അമ്മ. നമുക്കറിയാം, പ്രഭാത് ബുക്സിന്റെ സ്റ്റോളിലും DC-യിലും നാഷണൽ ബുക്സിന്റെ സ്റ്റോളിലും ഈ അമ്മ നോവൽ നമുക്ക് വായിക്കാൻ പറ്റും. പ്രഭാതിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്.
ആ അമ്മയെ മലയാളി പലതരത്തിൽ വായിച്ചിട്ടുണ്ട്. ആ അമ്മയിലെ ഒരു സന്ദർഭത്തെ വർഷങ്ങൾക്ക് ശേഷം എറണാകുളംകാരനായ നമ്മുടെ എഴുത്തുകാരൻ പോഞ്ഞിക്കര റാഫിയും സബീന റാഫിയും കൂടി പുനർവായിക്കുന്ന ഒരു രംഗം അതീവ രസകരമാണ്. ആ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നോവലിൽ ഒരു നിരൂപകനും കാണാത്ത, ഒരു വായനക്കാരും ഇന്നോളവും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ആ ഫോട്ടോഗ്രാഫ് കർത്താവിൻ്റെ എമ്മാവൂസിലേക്കുള്ള യാത്രയെക്കുറിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫാണെന്ന് റാഫി കണ്ടുപിടിച്ചു. റാഫി പറയുകയാണ്, അമ്മയിൽ കുടിയനും പിതാവിനെ പോലെ ദുർവൃത്തനായി നടക്കാൻ തീരുമാനിച്ചവനുമായ അതിലെ പാവ്ലോ എന്ന മകൻ ഒരു ദിവസം കുടിച്ചു കൂത്താടി വീട്ടിലേക്ക് വരുമ്പോൾ നിലോവ്ന എന്ന അമ്മ പാവ്ലോവിനോട് ചോദിച്ചു, മോനെ, നിന്റെ അപ്പനെ കൊണ്ട് ഞാൻ സഹിക്കാവുന്നതിൻ്റെ പരമാവധിയും സഹിച്ചു കഴിഞ്ഞിരിക്കും. എൻ്റെ ജീവിതം മുഴുവൻ മദ്യശാലകൾക്കകത്ത് ആ മനുഷ്യനെ ഇല്ലാതാക്കി തീർത്തു. സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ട് എത്ര നാളായെന്ന് നിനക്കറിയുമോ? നീയും നിന്റെ അപ്പനെ പോലെ, നിന്റെ അപ്പൻ മരിച്ചപ്പോൾ ഒരു പന്നിയെ കുഴിച്ചിടുന്നത് പോലെ നാട്ടുകാർ ആ മനുഷ്യനെ കുഴിച്ചിട്ടത് നീ കണ്ടതല്ലേ? ആ മനുഷ്യന്റെ കൂടെയുള്ള വേട്ടപ്പട്ടി പോലും അയാളോടൊപ്പം ഇല്ലായിരുന്നു എന്നത് നീ കണ്ടതല്ലേ? ആ വേട്ടപ്പട്ടി പോലും മാനിക്കാത്ത നിന്റെ പിതാവിന്റെ ശരീരം പോലെ ആയിത്തീരാനാണോ മകനെ നിനക്കാഗ്രഹമെന്ന ചോദ്യത്തിന് പാവ്ലോവ് അന്ന് പ്രഖ്യാപിക്കും, ഞാൻ കുടി നിർത്തിയിരിക്കുന്നു. ആ കുടി നിർത്തിയ പാവ്ലോവിന്റെ തലച്ചോറിലേക്ക് വിപ്ലവം കടന്നു വരുന്നതിനെ കുറിച്ച് ഗോർക്കി തൻ്റെ അസാധാരണമായ ഭാഷയിൽ എഴുതും. ഇതിനെയാണ് ലെനിൻ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമെന്ന് സോവിയറ്റ് യൂണിയനിൽ ഇരുന്ന് വിളിച്ചത്. ആ ലെനിന്റെ ചരമവർഷത്തിന്റെ 101-ാം ദിനമാണ് ഇന്നലെ എന്നുള്ളത് അവിചാരിതമായ ഒരു കാര്യമല്ല. ഞാൻ നിർത്തുകയാണ്, ഞാൻ നീട്ടുന്നില്ല. എനിക്കും തിരക്കുണ്ട്, ഇവിടെ അനേകം പാനലിസ്റ്റുകൾ സംസാരിക്കാനുമുണ്ട്. ഈ പാവ്ലോവ് വിപ്ലവകാരിയായതിനു ശേഷം തൻ്റെ വീട്ടിലേക്ക് കൊണ്ട് തൂക്കുന്ന ഒരു ചിത്രം കർത്താവിൻ്റെ എമ്മാവൂസിലേക്കുള്ള യാത്രയുടെ ചിത്രമാണ്. അപ്പോൾ അമ്മ മകനോട് ചോദിച്ചു, മോനെ, പള്ളിയിൽ പോകാത്ത നീ എന്തിനാണ് കർത്താവിൻ്റെ ചിത്രത്തെ വീട്ടിൽ കൊണ്ട് തൂക്കുന്നത്? അവിടെ ഗോർക്കി ഒന്നും മിണ്ടുന്നില്ല, പാവ്ലോവും മിണ്ടുന്നില്ല. പക്ഷേ നമുക്കതിൽ നിന്ന് വായിക്കാൻ ഒരു പാഠമുണ്ട്. പള്ളിയിൽ പോയി എന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ ആളായി മാറില്ല എന്നാണ് അർത്ഥം. പള്ളിയിൽ പോവില്ല എന്ന് വെച്ചിട്ട് കർത്താവ് നമുക്കാരുമല്ല എന്നുമാണ് അർത്ഥം. ഈ പാവ്ലോവ് തൂക്കുന്ന ചിത്രമുണ്ടല്ലോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ വാക്യം നമ്മളോട് പറയുന്ന കഥനമാണ്. കർത്താവ് കുരിശിലേറ്റപ്പെട്ട് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം കർത്താവിനെ ആളുകൾ മെല്ലെ 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 മറന്നു തുടങ്ങിയ സന്ദർഭത്തിൽ 2 കൂട്ടുകാർ എമ്മാവൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടന്നു പോകുന്ന സന്ദർഭത്തെ കുറിച്ചിട്ടാണ് ആ കാര്യം പറയുന്നത്. ഈ 2 പേർക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നുകൂടി. അപ്പോൾ രണ്ടാമനായ ക്ലയോപ്പാസ് അയാളോട് പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം കൂരൂ, ഞങ്ങളുടെ അതിഥിയായി ഞങ്ങളോടൊപ്പം മൂന്നാമനായി സഞ്ചരിക്കും. അയാൾ മുന്നോട്ട് പോയപ്പോൾ ഈ 2 പേരും സംസാരിക്കുന്ന കാര്യത്തെ മൂന്നാമൻ ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ ക്ലയോപ്പാസ് പരിഹസിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും അറിഞ്ഞില്ലേ? മേരിയുടെ മകൻ യേശുവിനെ കുരിശിലേറ്റിയതിനെക്കുറിച്ചും കല്ലറ പൊളിഞ്ഞതിനെക്കുറിച്ചുമൊന്നും നീ അറിഞ്ഞില്ലേ? നീ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു. അദ്ദേഹം ചിരിച്ചു. അവർ സന്ധ്യയ്ക്ക് എമ്മാവൂസിലേക്കുള്ള വഴിത്താരയുടെ മധ്യത്തിൽ ഒരു സത്രത്തിൽ തങ്ങാൻ തീരുമാനിക്കുകയും അവരുടെ ഭക്ഷണപ്പൊതി തുറക്കുകയും ചെയ്തു. ആ തുറന്ന ഭക്ഷണപ്പൊതിയിൽ നിന്ന് ഭക്ഷണമാകുന്ന അപ്പമെടുത്ത് മുന്നിൽ വെച്ചിട്ട് ക്ലയോപ്പാസ് പറഞ്ഞു, നീയല്ലേ ഞങ്ങളുടെ അതിഥി, ആകയാൽ ഇതിനെ മുറിച്ച് ഞങ്ങൾക്ക് തരാൻ നീയാണ് അധികാരി, മുറിച്ചു തരൂ. മൂന്നാമൻ അല്പമൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ മെല്ലെ മുറിച്ച് ക്ലയോപ്പാസിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ മുറിക്കുന്ന മുറിവ് കണ്ടപ്പോൾ ക്ലയോപ്പാസ് നിലത്തുനിന്ന് ചാടിയണീറ്റിട്ട് പറഞ്ഞു, കർത്താവേ, ഇത്ര നേരവും നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നിട്ടും നിന്നെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയല്ലോ. കർത്താവ് അപ്പോഴും പുഞ്ചിരിക്കുക തന്നെ ചെയ്തു. ഒരുപക്ഷെ വിശ്രുതനായ ചിന്തകൻ ഡെറീദയുടെ ഒരു ആർട്ടിക്കിളിൽ ഈ സംഭവത്തോട് സമാനമുള്ള ഒരു കർത്താവിൻ്റെ ദൃശ്യത്തെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുക. അതേതെങ്കിലും ഒരു സവർക്കറുടെയോ ഏതെങ്കിലും ഒരു ഗോൾവാൾക്കറുടെയോ പുസ്തകത്തിനുള്ളിൽ നിന്ന് മാത്രം വരുന്ന ഒരു തത്വവിചാരണയല്ല. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഗിരിയായ ഉപനിഷത്തുകളിൽ ഒന്നിൻ്റെ ഉപനിഷത്തിൽ പറയുന്ന ഒരു വാക്യം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. 2 പക്ഷികൾ ഒരിക്കൽ ഒരു അത്തിമരത്തിലിരുന്നു. ദ്വാസുപർണ സയുജ സഖായ
സമാനം വൃക്ഷം പരുഷസ്വജാതെ തയോരന്യപിപ്പലം സ്വാദ്യത് അനശ്നന്യോ അഭിജാകശീതി. രണ്ട് പക്ഷികൾ ഒരത്തിവൃക്ഷത്തിലിരുന്നു. അതിലൊരു പക്ഷി പഴുത്ത അത്തിമരത്തെ, അത്തിക്കായെ സുഖകരമായി കഴിച്ചുകൊണ്ടിരുന്നു. മറ്റേ പക്ഷി കഴിക്കാതിരുന്നു. ഈ ശ്ലോകത്തെ ഉപനിഷത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ട് ഇന്ത്യൻ സാഹിത്യ ചിന്തയുടെ ആചാര്യന്മാരുടെ ആചാര്യൻ എന്ന് പറയാൻ പറ്റുന്ന രാജശേഖര ആചാര്യർ കാവ്യമീമാംസയിൽ ഇതിന് ഒരു അടിക്കുറിപ്പ് എഴുതി ചേർക്കും. ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രത്തിന്റെ ഹൃദയമാണ് ഈ നാലുവരി. നിങ്ങൾക്കിത് ഇന്ന് എന്ത് മനസ്സിലായി? ആർക്കാണ് സൗന്ദര്യം എന്നാണ് ഉപനിഷത്തിലെ ഈ ശ്ലോകം നമ്മളോട് ചോദിക്കുന്നത്. കഴിക്കുന്ന പക്ഷിക്കാണോ സൗന്ദര്യം, അതല്ല കഴിക്കാത്ത പക്ഷിക്കാണോ സൗന്ദര്യം? നിസ്സംശയം ഈ ശ്ലോകത്തിന്റെ രാഷ്ട്രീയം പറയുന്ന മറുപടി കഴിക്കാത്ത പക്ഷിക്കാണ് സൗന്ദര്യമെന്നാണ്. ഇതാണ് ഇന്ത്യയുടെയും ഫിലോസഫി. പട്ടിണി കിടക്കുന്നവർക്കിടയിലാണ്, വലിച്ചെറിയപ്പെടുന്നവർക്കിടയിലാണ്, ആരും തിരിഞ്ഞു നോക്കാത്തവർക്കിടയിലാണ് സൗന്ദര്യത്തിന്റെ ഏകാന്ത സിംഹാസനങ്ങൾ കിടക്കുന്നത് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ഏതൊരു തത്വചിന്തയും ഏകാധിപത്യത്തിലേക്ക് അട്ടിയട്ടിയായി പടിവെച്ചു പോകുന്ന മനഃശാസ്ത്രമായിരിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സാംസ്കാരിക നിർമ്മിതിയും രാഷ്ട്രത്തെ അപകടപ്പെടുത്തുന്ന ഏകാധിപത്യവും വൈവിധ്യങ്ങൾക്കുമേൽ ചൂടുവെള്ളം വാരിയൊഴിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.